പൊയ്യ അഡാക്കിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കി. പൊയ്യ അഡാക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സർക്കാർ പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അഡാക്ക് എംഡിയുടെ കള്ളക്കളികൾ അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പൊയ്യ അഡാക്കിൽ നടന്നതായി ആരോപിക്കുന്ന അനധികൃത നിയമനങ്ങൾക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പൊയ്യ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡാക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക, അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പൂജ ചിത്ര എന്ന് പറയുന്ന ടെക്നീഷ്യന്റെ നേതൃത്വത്തിൽ നടന്ന കൃഷി എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഈ ഫാമിൽ വരുത്തി വെച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പാപഭാരം ഇവിടുത്തെ സാധാരണക്കാരായ ഡെയിലി വേജസായി ഇവിടെ ജോലി ചെയ്യുന്ന ഈ സമരത്തിന്റെ അധ്യക്ഷനടക്കമുള്ള ആളുകൾ ഇവിടെ ഡെയിലി വേജസായി ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. അവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്തരത്തിലൊരു തട്ടിപ്പുകാരി ഇവിടെയുള്ള ജീവനക്കാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. തനിക്ക് PSCയിൽ 1ാം റാങ്കാണ് എന്ന് അഹങ്കാരത്തോടെ ഇവിടുത്തെ തൊഴിലാളികളോട് പറയുകയും തനിക്കെല്ലാം അറിയാമെന്നുള്ള അഹങ്കാരത്തോടു കൂടെ മുമ്പോട്ട് പോവുകയുമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചന്തു പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു കൈതാരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോഡി സജീവ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അനൂപ് ആനപ്പാറ, ജവഹർ ബാലമഞ്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൻ അൻസാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഖിൽ മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ വിൽസൺ ചക്കാലക്കൽ, VN ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈബു തോമസ്, ശ്യാം മോഹൻ, തോമസ് KA എന്നിവരും പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, മാള.